ഗോകുലെ, പാലക്കാട് എന്താണ് അവസ്ഥ? മുനിസിപ്പാലിറ്റി ബി.ജെ.പി. ആണ് ഭരിക്കുന്നത്. ബി.ജെ.പിക്കുള്ള ആകെ 2 മുനിസിപ്പാലിറ്റികളിൽ ഒന്ന് പാലക്കാടാണ്. നമ്മൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയെ കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരാ, ജില്ല ആകെ എടുത്താൽ LDFന്റെ വലിയൊരു കോട്ട കൊത്തളമാണ്. ഇത്തവണ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത എത്രമാത്രം? അതായത് ഈ പാലക്കാട് നഗരസഭ തന്നെയാണ് പാലക്കാട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധാകേന്ദ്രം. അതിൽ ഇപ്പോഴും കോൺഗ്രസും അതോടൊപ്പം തന്നെ BJPയും ഒരുപോലെ പ്രതീക്ഷ അർപ്പിക്കുന്നു എന്നുള്ളതാണ്. BJP പറയുന്നത് തങ്ങൾ നിലവിലെ സ്ഥിതി മെച്ചപ്പെടുത്തും എന്നുള്ളതാണ്. അതായത് 26 മുകളിലേക്ക് തങ്ങൾ പോകും, ഒറ്റക്കക്ഷിയായി തങ്ങൾ മാറുമെന്നുള്ളതാണ്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി തങ്ങളായിരിക്കും എന്നൊക്കെയാണ് BJP അവകാശപ്പെടുന്നത്. കോൺഗ്രസ് ഇങ്ങനെ ഒരു നമ്പറിന്റെ അവകാശവാദം ഉന്നയിക്കുന്നില്ല. കോൺഗ്രസ് മറിച്ച് തങ്ങൾ അധികാരം പിടിക്കുമെന്നുള്ളൊരു അവകാശവാദത്തിൽ മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് നിലനിൽക്കുന്നത്. ഏതായാലും നമുക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ ആദ്യ റൗണ്ട് എണ്ണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ചിത്രം മനസ്സിലാവും. കാരണം ആദ്യ റൗണ്ടിൽ വരുന്നത് ഈ പാലക്കാട് നഗരസഭയിലെ വോട്ടെണ്ണുന്ന രീതി അനുസരിച്ച് 2 ROക്ക് കീഴിലാണ് വോട്ടെണ്ണുന്നത്. അതായത് ആദ്യ റൗണ്ടിൽ 1 മുതൽ 6 വരെയുള്ള വാർഡുകളിലും അതോടൊപ്പം തന്നെ 28 മുതൽ 33 വരെയുള്ള വാർഡുകളായിരിക്കും വേണ്ടി തുടങ്ങുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ തന്നെ ട്രെൻഡ് ഏകദേശം മനസ്സിലാക്കാൻ കഴിയും. കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വിജയാഘോഷമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഇത്തവണത്തെ വിജയാഘോഷം MLA ഓഫീസിന് മുന്നിലാണോ എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. എന്തായാലും പാലക്കാട് പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം പടലപ്പിണക്കങ്ങൾ ഏറെയായിരുന്നു. അവിടെ തീരാത്ത അടിയും ബഹളങ്ങളും ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറഞ്ഞാൽ പിണങ്ങിക്കളയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വോട്ടെണ്ണലിന്റെ ദിവസമെങ്കിലും അത് തുറന്ന് പറയാം എന്ന് വിചാരിക്കുന്നു. ആകെ 2 മുനിസിപ്പാലിറ്റികൾ BJPക്ക് ഉള്ളത്, 2 എണ്ണം ഉള്ളത്, ഒന്ന് പന്തളം, പാലക്കാടുമാണ്. പക്ഷേ ഈ 2ഇടത്തെയും BJPയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി തമ്മിൽ തല്ലായിരുന്നു, പടലപ്പിണക്കമായിരുന്നു. പന്തളത്ത് അതിന്റെ നാടകം നമ്മൾ കണ്ടതാണ്. പിന്നീട് അനുനയ നീക്കമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇക്കുറിയും പന്തളം പിടിക്കാൻ കഴിയും ശബരിമല പശ്ചാത്തലത്തിൽ എന്നൊരു വലിയ പ്രതീക്ഷ BJPക്കുണ്ട്. പക്ഷേ അപ്പോഴും അവിടെ ഉണ്ടായ അസ്വാരസ്യങ്ങൾ വലിയ പ്രകടമായി തന്നെ പൊതുജനം ചർച്ച ചെയ്തിരുന്നു. പാലക്കാട്ട് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടപ്പോൾ ശിവരാമൻ, ഏറ്റവും മുതിർന്ന നേതാവ്, അദ്ദേഹം തന്നെ പരസ്യമായി രംഗത്ത് വന്നില്ലേ? ഇവിടെ കൃഷ്ണകുമാറിന്റെ ഇഷ്ടക്കാരും തീരുമാനിക്കുന്നതാണ് നടക്കുന്നത്, ഇങ്ങനെയല്ല കോർപ്പറേഷന്റെ കാര്യങ്ങളിൽ ഇടപെടേണ്ടത്, ഇങ്ങനെയല്ല സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കേണ്ടത്. അപ്പോൾ ഈ 2 ഭരണമുള്ള ആകെ 2 മുനിസിപ്പാലിറ്റികൾ, 2ഇടത്തും പാർട്ടിക്കുള്ള പ്രശ്നമാണ് BJPക്ക് പ്രതിബന്ധമായി മാറിയത്. പിന്നെ പാലക്കാട് രാഹുലിന്റെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിലൊക്കെ ഇനി വീണ്ടും അധികാരത്തിലേക്ക് വരാൻ കഴിയുമോ എന്നതാണ് BJP കാണേണ്ട കാര്യം.